മേക്കപ്പ് പ്രൊഡക്ട്സും സ്കിൻ കെയറും തമ്മിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? ഇപ്പം നിങ്ങൾ ഇപ്പോൾ ചില നോക്കുമ്പോൾ തന്നെ ചില ഫൗണ്ടേഷൻ നിയാസിനമൈഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്, അതുകൊണ്ട് അതിനകത്ത് പിഗ്മെൻറ്റേഷൻ മാറ്റും. അതല്ലെങ്കിൽ ഈ ലിപ്സ്റ്റിക്കിനകത്ത് വിറ്റാമിൻ സി ഇൻഡ്യൂസ്ഡ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറ്റും. ഇങ്ങനെ അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഹൈഡ്രേഷൻ കൂട്ടും. സത്യത്തിൽ നമ്മുടെ മേക്കപ്പ് എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കിന്നിൻ്റെ ടോപ്പിലിരിക്കാനുള്ളതാണ്, നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാനുള്ള സാധനമല്ല. അതുകൊണ്ട് തന്നെ മേക്കപ്പിനകത്തുള്ള സ്കിൻ കെയർ യൂസ്ഫുൾ ആയിട്ടുള്ള കാരണം നമ്മൾ മേക്കപ്പിൽ യൂസ് ചെയ്യുമ്പോൾ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള, അതായത് ഫൗണ്ടേഷൻ ആണെങ്കിൽ അതിൻ്റെ പിഗ്മെൻറ്റേഷനും അതിൻ്റെ മീഡിയേറ്റിംഗ് സാധനങ്ങളുമാണ് നമ്മൾ കൂടുതലായിട്ടും ആഡ് ചെയ്യേണ്ടത്. സ്കിൻ കെയറിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ വിറ്റാമിൻ സിക്ക് ഒരു മാർക്കറ്റിംഗ് ഇമിക്കിനായിട്ട് ചിലപ്പോൾ ഒരു 0.5% വിറ്റാമിൻ സി അങ്ങനെ ആഡ് ചെയ്യും. 0.5% വിറ്റാമിൻ സി കൊണ്ടോ അല്ലെങ്കിൽ 0.2% നിയാസിനമൈഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 0.1% ഹൈലറോണിക് ആസിഡ് കൊണ്ടോ നമ്മുടെ സ്കിന്നിന് ഒരു ഉപയോഗം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ സ്കിൻ കെയർ വേറെ, മേക്കപ്പ് വേറെ. അതുപോലെയാണ് SPF ഉള്ള ഫൗണ്ടേഷൻസുകളും. അവർ SPF 30 എന്നൊക്കെ എഴുതിയാലും നമുക്കറിയാം, നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മൾ ആരും 2 ഫിംഗർ റൂൾസിൽ ഫൗണ്ടേഷൻ ഇടാറില്ല. 2 ഫിംഗർ എടുത്ത് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടാൽ എത്ര കേക്കി ആവും നമുക്കറിയാം. നമ്മുടെ സ്കിന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന ലെവലിലായിരിക്കും ഫൗണ്ടേഷൻ എടുക്കുക, അത് ചിലപ്പോൾ ഒരു കോയിൻ എമൗണ്ട് ഒക്കെ ആയിരിക്കും. സോ അതുകൊണ്ട് ഒരിക്കലും ഫൗണ്ടേഷൻ സ്കിൻ കെയർ അല്ലെങ്കിൽ മേക്കപ്പും സ്കിൻ കെയറോട് മിക്സപ്പ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ ഡോട്ട് നെയിൽ കനോക്സിൽ ഇതുപോലത്തെ സ്കിൻ കെയർ നെരുക്കി പൊളയാനും മറക്കണ്ട. ടാറ്റ.